ഹായ് മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണോ? നല്ല മഴയായിരിക്കുമല്ലേ? സ്കൂള് തുറക്കാറായി. വെറും 2 ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പോൾ നമ്മൾ ഉറുദു ഭാഷയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ പേര് കഴിഞ്ഞ കൊല്ലം 5ലും 6ലും ഒക്കെ ആയി പഠിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ അവർ 6ാം ക്ലാസ്സിലേക്കും 7ാം ക്ലാസ്സിലൊക്കെ ആയി എത്തിയിട്ടുണ്ടാവും. അതേപോലെ പുതിയ കുട്ടികൾ 5ാം ക്ലാസ്സിലേക്ക് ഉറുദു പഠിക്കാനായി പേര് നൽകിയവരുണ്ടാകും. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ആയിട്ടേ നമ്മൾ ഉറുദു ഭാഷയിലെ അക്ഷരങ്ങൾ വെച്ചുള്ള കുറച്ച് പദങ്ങളുമൊക്കെ ഒന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കൂള് തുറക്കുന്ന സമയത്ത് നല്ല രീതിയിൽ നമ്മുടെ പാഠഭാഗങ്ങൾ പെട്ടെന്ന് വായിക്കാനും മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് കഴിയും. അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ് തുടങ്ങിയാലോ? എല്ലാ കൂട്ടുകാർക്കും ഉറുദു പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ഓരോ ഭാഷയും പഠിക്കുന്നത് എന്തിനാണ്? ഓരോ ഭാഷയും പഠിക്കുന്നത് നമ്മുടെ ആശയങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാനാണ്. നമ്മൾ പലതരത്തിലുള്ള ഭാഷകൾ പഠിച്ചിട്ടുണ്ടാവും ഇതിനോടകം തന്നെ അല്ലേ? മലയാളം പഠിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്, ഹിന്ദി പഠിച്ചിട്ടുണ്ട് അല്ലേ, അറബി പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പല പല ഭാഷകൾ, ചിലവർ തമിഴ് പഠിച്ചിട്ടുണ്ടാവും, ഫ്രഞ്ച് പഠിച്ചിട്ടുണ്ടാവും, കൊറിയൻ ഭാഷ പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെ പല പല ഭാഷകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഉറുദു ഭാഷ പഠിക്കുന്നതും ഇതേപോലെ നമ്മുടെ ആശയങ്ങൾ മറ്റുള്ളവരുമായിട്ട് വിനിമയം ചെയ്യാനാണ്. നമ്മളിപ്പോൾ കേരളത്തിൽ നമുക്ക് മലയാള ഭാഷയുണ്ടെങ്കിൽ സുഖമായി ജീവിക്കാം അല്ലേ? നമ്മൾ കുറച്ചുകൂടെ വേറെ അബ്രോഡിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ വല്ല ബിസിനസ് കാര്യങ്ങളൊക്കെ ആയി വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് ഒഴിച്ചുകൂടാൻ പറ്റില്ല. അപ്പം അതേപോലെ ഉറുദു പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് സംസ്ഥാനങ്ങളിൽ നമ്മുടെ ഉറുദു ഔദ്യോഗിക ഭാഷയായിട്ടും മാതൃഭാഷയായിട്ടും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യം നമ്മൾ ഉറുദു പഠിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉറുദു ഭാഷയെക്കുറിച്ച് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതാണ് ഇവിടെ ഈ സ്ലൈഡിലുള്ളത്. അപ്പം ആദ്യത്തെ പോയിന്റ് എന്താ? മുഗൾ ഭരണകാലത്ത് ജനിച്ചു. മുഗൾ ഭരണകാലത്താണ് നമ്മുടെ ഉറുദു ജനിക്കുന്നത്. ഉറുദു ഭാഷയുടെ ജനനം മുഗൾ ഭരണകാലത്താണ്. അടുത്തത് ഗാന്ധിജിയുടെ ഇഷ്ടഭാഷ എന്നാണ്. ഗാന്ധിജിയുടെ ഇഷ്ടഭാഷ തന്നെയായിരുന്നു ഉറുദു. ഗാന്ധിജി ഉറുദുവിൽ എഴുതിയിട്ടുള്ള കത്തുകളൊക്കെ തന്നെ നമുക്കിപ്പോഴും ലഭ്യമാണ്. അടുത്തത് നോക്കൂ, നെഹ്റുവിൻ്റെ മാതൃഭാഷയാണ്. നമുക്കറിയാലോ, നമ്മുടെ ജവഹർലാൽ നെഹ്റു, കുട്ടികളുടെ സ്വന്തം ചാച്ചാജിയുടെ മാതൃഭാഷ ഉറുദു ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ വീടുകളിൽ സംസാരിക്കുന്ന ഭാഷ നമ്മൾ മലയാളത്തിലൊക്കെ മലയാളം സംസാരിക്കുന്നത് പോലെ നെഹ്റുവിൻ്റെ വീട്ടുകാരൊക്കെ സംസാരിച്ചിരുന്നത്, നെഹ്റുവിൻ്റെ വിവാഹ ക്ഷണപത്രിക അച്ചടിച്ചത് എല്ലാം ഉറുദുവിലായിരുന്നു. അടുത്തതോ മൗലാന ആസാദിൻ്റെ സാഹിത്യഭാഷ. ആരായി മൗലാന ആസാദ്? മൗലാന അബുൽ കലാം ആസാദ് ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. അദ്ദേഹം ഉറുദുവിൽ വലിയ ഒരു സാഹിത്യകാരനായിരുന്നു. അടുത്തതോ അല്ലാമ ഇക്ബാലിൻ്റെ സാരേ ജഹാം സെ അച്ഛയുടെ ഭാഷയാണ് ഉറുദു. സാരേ ജഹാം സെ അച്ഛ ഹിന്ദുസിതാൻ ഹമാര. ഈ ദേശഭക്തി ഗാനം നമ്മൾ ഓരോരുത്തരും ഓരോ ഓഗസ്റ്റ് 15-നും അതുപോലെ തന്നെ റിപ്പബ്ലിക് ഡേക്കും ഒക്കെ കേൾക്കാറുള്ളതാണ് അല്ലേ? ഉറുദുവിൻ്റെ പ്രശസ്തനായ കവിയാണ് അല്ലാമ ഇക്ബാൽ. അല്ലാമ ഇക്ബാൽ സാരേ ജഹാം സെ അച്ഛ രചിച്ചത് നമ്മുടെ സ്വന്തം ഉറുദു ഭാഷയിലായിരുന്നു. അടുത്തത് നോക്കൂ, സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് വീര്യം പകർന്ന ഭാഷയാണ്. സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് എങ്ങനെയാണ് ഈ ഭാഷ വീര്യം പകർന്നത്? അവിടെ ഒരുപാട് എഴുത്തുകാരുണ്ടായിരുന്നു. ആ സമയത്ത് ഒരുപാട് പദ്യം എഴുതുന്നവരും അങ്ങനെ ഒരുപാട് വിപ്ലവ കവികളൊക്കെ ഉണ്ടായിരുന്നു. ഹസ്രത്ത് മൊഹാനി, അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. അവരൊക്കെ എന്തു ചെയ്തു? അവരുടെ എഴുത്തിലൂടെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് വീര്യം പകർന്നു. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വരിക വരിക സഹചരി വലിയ സഹന സമരമായി, ഇങ്ങനെയുള്ള കവിതകൾ, ഇങ്ങനെയുള്ളതൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്കറിയാതെ തന്നെ എന്തു ചെയ്യും? നമുക്ക് ഒരു വീര്യം ഉണ്ടാവും അല്ലേ? അതേപോലെ ഉറുദുവിൽ ഒരുപാട് വിപ്ലവ ഗാനങ്ങൾ എഴുതി സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് വീര്യം പകർന്നിട്ടുണ്ടായിരുന്നു അന്നത്തെ കവികൾ. അടുത്തത് ഗസലിൻ്റെ ഭാഷ. ഗസൽ എന്ന് പറയുന്നത്
ഇന്ത്യൻ സംഗീത മേഖലയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു മേഖലയാണ് ഗസൽ. ആ ഗസലിൻ്റെ സ്വന്തം ഭാഷയാണ് ഉറുദു. അടുത്തത് കവ്വാലിയുടെ ഭാഷ. കവ്വാലിയും ഗസൽ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗീത മേഖലയാണ്. അടുത്തതോ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ഭാഷയാണ് ഉറുദു. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ഭാഷയാണ്. നമുക്കറിയാലോ നമ്മുടെ രൂപകൾ 10 രൂപ, 50 രൂപ, അല്ലേ, 20 രൂപ അങ്ങനെയുള്ളതിലെല്ലാം എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇവിടുത്തെ ഭരണഘടന അംഗീകരിച്ച ഭാഷകൾ ഉണ്ടാവും, അല്ലേ? അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറുദുവും കാണാൻ കഴിയും. അടുത്തതോ ഇന്ത്യയിൽ ജനിച്ച ഭാഷയാണ്. ഇന്ത്യയാണ് നമ്മുടെ ഉറുദുവിൻ്റെ സ്വന്തം നാട്. അതല്ലാതെ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നു. ഇംഗ്ലീഷ് ഇന്ത്യയിലാണോ ജനിച്ചത്? അല്ല, അല്ലേ? അറബി ഇവിടെയാണോ ജനിച്ചത്? അല്ല. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ മറ്റുള്ള ഭാഷകളായ മലയാളം, തമിഴ്, കന്നഡ, തെലുങ്കു ആ ഭാഷകളെയൊക്കെ പോലെ തന്നെ നമ്മുടെ നാട്ടിൽ ജനിച്ച ഭാഷയാണ് ഉറുദു. അടുത്തതോ ഇൻഗുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം രചിച്ച ഭാഷ. ഇൻഗുലാബ് സിന്ദാബാദ് നമ്മൾ കേൾക്കാറുള്ളതാണ്, അല്ലേ? ഓരോ സമരങ്ങൾക്കും നമ്മൾ കേൾക്കാറുള്ളതാണ് ഈ ഇൻഗുലാബ് സിന്ദാബാദ്. ഒരുപാട് സിനിമകളിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഈ ഇൻഗുലാബ് സിന്ദാബാദ് ഏത് ഭാഷയിലേതാണ്? നമ്മുടെ സ്വന്തം ഉറുദുവിലേതാണ്. ഇത് വളരെ കുറച്ച് പ്രത്യേകതകളാണ് കേട്ടോ ഉറുദുവിൻ്റേത്. അപ്പം നമ്മൾ എന്ത് പഠിക്കുമ്പോഴും അതിനെക്കുറിച്ച് ആദ്യം അറിയണം, അല്ലേ? ഞാൻ എന്താണ് പഠിക്കാൻ പോകുന്നത്, എത്ര പ്രസക്തിയുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, എങ്കിലാണ് നമുക്ക് ആ ഭാഷയോടോ ഏത് വിഷയത്തോടാണെങ്കിലും താല്പര്യം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ ടീച്ചർ ആദ്യം തന്നെ പറഞ്ഞു തന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഉറുദുവിലെ അക്ഷരങ്ങൾ ഉപയോഗിച്ചുള്ള വാക്കുകളുമൊക്കെ പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഉറുദുവിലെ അക്ഷരമാലകൾ. ഉറുദുവിലെ അക്ഷരമാല എന്ന് പറയുന്നത് അക്ഷരങ്ങൾ ഇതാണ്. ഉറുദു നമ്മൾ ആൽഫബറ്റ്സ് എന്നൊക്കെ പറയും ഇംഗ്ലീഷിൽ, അല്ലേ? അക്ഷരമാലയെ. അപ്പോൾ ഉറുദുവിൽ എന്താണ് പറയുക? നമ്മൾ പറയുക ഹുറൂഫെ തഹജ്ജി എന്നാണ്. എന്താ പറയുക? ഹുറൂഫെ തഹജ്ജി എന്നാണ് അക്ഷരമാലയെ ഉറുദുവിൽ പറയുന്നത്. ഇത് നിങ്ങൾ എണ്ണി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 39 എണ്ണം ഉണ്ടാവും. സാധാരണ 39 എണ്ണം ഏതിലും കാണാൻ കഴിയില്ല കേട്ടോ. ശരിക്കും 36 അക്ഷരങ്ങളേ ഉള്ളൂ. 36 അക്ഷരങ്ങളാണ്. എത്ര അക്ഷരങ്ങളാണ് ഉറുദുവിലുള്ളത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നത് 36 എന്നാണ്. പക്ഷേ ഇതിൽ 39 എണ്ണം എങ്ങനെയാണ് വന്നതെന്നറിയോ? ഈ കാണുന്ന അക്ഷരം, അതേപോലെ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അക്ഷരങ്ങൾ, വാക്കുകളും വാചകങ്ങളൊക്കെ എഴുതുന്ന സമയത്ത് ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇതും കൂടെ ഉൾപ്പെടുത്തിയത് കൊണ്ടാണ്. ഇതപ്പോൾ നമ്മളിത് വാക്കുകൾ പഠിക്കുന്ന സമയത്ത് ഇവയൊന്നും നമ്മൾ കണ്ടില്ലല്ലോ എന്ന് പറയണ്ട എന്ന് കരുതി ഇതും കൂടി ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് ഇതിൽ 39 എണ്ണം. ശരിക്കും നമുക്ക് എത്ര അക്ഷരങ്ങളാണ് ഉള്ളത്? 36 എണ്ണമാണ് നമ്മുടെ ഉറുദു അക്ഷരമാലയിൽ ഉള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് അക്ഷരങ്ങളും ആ അക്ഷരങ്ങൾ അടങ്ങിയിട്ടുള്ള വാക്കുകളും കൂടെ ഒന്ന് പഠിക്കാം. ഇത് നമുക്ക് എല്ലാം പഠിച്ചതിന് ശേഷം നമുക്ക് ഈ അക്ഷരമാല വായിക്കാം കേട്ടോ. അലിഫ് വെച്ചുള്ള വാക്കുകളാണ് കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞല്ലോ ആദ്യത്തെ അക്ഷരമായിട്ടുള്ള അലിഫ്. ഇതാണ് അലിഫ്. ഇങ്ങനെയാണ് ഉറുദുവിൽ എഴുതുക. നമ്മൾ വായിക്കാൻ ഇത്തിരി എളുപ്പത്തിനാണ് മലയാളത്തിലൂടെ അലിഫ് എന്ന് എഴുതിയിരിക്കുന്നത്. നമ്മൾ ആ, ഈ, ഉ എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന എല്ലാ വാക്കുകളെന്ന് വെച്ചാൽ അമ്മ, അച്ഛൻ, അതേപോലെ ഇല, ഉറി ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉണ്ടല്ലോ. അതെല്ലാം നമ്മൾ എഴുതുമ്പോൾ ഏതായിരിക്കും? ഈ അലിഫാണ് ആദ്യം ഉപയോഗിക്കുക. അതേപോലെ എ സൗണ്ട് വേർഡ്സ്, ഇംഗ്ലീഷിലെ എ സൗണ്ട് വേർഡ്സ് ഉണ്ടാവില്ലേ, അതൊക്കെ ഈ അലിഫിലാണ് നമ്മൾ എഴുതുക കേട്ടോ. അപ്പോൾ ഇത് അമ്മി. ഇതാരാണ്? അമ്മി. അമ്മി എന്ന് നമുക്കറിയാമല്ലേ, അമ്മയാണ്. പാചകം ചെയ്യുന്ന ഒരു അമ്മ ഇവിടെ ഉണ്ട്. അമ്മയെ പറയുന്ന പേരാണ് എന്ത്? അമ്മി. അപ്പോൾ ഉറുദുവിൽ അലിഫ് വെച്ചിട്ടുള്ള ആദ്യത്തെ വാക്ക് നമ്മൾ പഠിക്കുകയാണ് അമ്മി. അമ്മി കേട്ടോ. ഇനി അടുത്ത വാക്ക് നോക്കാം. അടുത്തത് അനാർ. എന്താണിത്? അനാർ.
ചിത്രത്തിൽ കാണുന്നുണ്ട് എന്താണ് അനാർ എന്ന് പറഞ്ഞാൽ അല്ലേ? അനാർ എന്താണ്? അനാർ. അപ്പോൾ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 അലിഫ് വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് കാണാം അല്ലേ? എവിടെയൊക്കെയാണ്? ഇതാ ഇവിടെ ഒരു അലിഫ് വന്നിട്ടുണ്ട്, അതേപോലെ ഇതാ ഇവിടെ ഒരു അലിഫ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആ എന്നുള്ള ശബ്ദമായും ഇവിടെ വരുമ്പോൾ അത് ദീർഘമായിട്ടുമാണ് മാറുന്നത്. എന്നുവെച്ചാൽ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അനാർ, അനാർ, മനസ്സിലായോ? അനാനെ നീട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ അലിഫ് തന്നെ ഇതുപോലെയുള്ള ദീർഘമായും ചിഹ്നമായും ഒക്കെ വരാറുണ്ട് എന്ന് മനസ്സിലാക്കാനാണ് ഈ വാക്കിവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അനാർ, എന്താ? അനാർ. ഓക്കെ, ഇനി അടുത്ത വാക്ക് നോക്കാം. അബ്ബ. അബ്ബ. അബ്ബ എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛൻ അല്ലേ? അബ്ബ. ഇതിലും ഇവിടെ ഒരു അലിഫ് കാണാൻ കഴിയുന്നുണ്ട് നിങ്ങൾക്ക്. ഇത് നീട്ടാൻ കൊടുത്തിരിക്കുകയാണ്. അബ്ബ. അപ്പോൾ നമുക്ക് 3 വാക്കുകൾ ഒന്നുകൂടി നോക്കാം. അമ്മി, അനാർ, അബ്ബ. മനസ്സിലായില്ലേ? ഇനി അടുത്തത് നമ്മൾ ആ എന്നുള്ള അക്ഷരം. ആ എന്നുള്ള അക്ഷരം. ഈ ആ എങ്ങനെയാണ് വന്നത്? നമ്മളെ മലയാളത്തിൽ ഈ ആ എങ്ങനെയാണ് വരുന്നത്? അലിഫ് പ്ലസ് ഈ ദീർഘമാണ് അല്ലേ? അതേപോലെ അലിഫ് പ്ലസ് വീണ്ടും ഒരു അലിഫ് ചേരുമ്പോഴാണ് എന്തായി മാറുന്നത്? ആ ആയിട്ട് മാറുന്നത്. അലിഫ് പ്ലസ് വീണ്ടും ഒരു അലിഫ് ചേരുമ്പോഴാണ് ആ ആയിട്ട് മാറുന്നത്. അപ്പോൾ ആ വെച്ചിട്ടുള്ള ആദ്യത്തെ വാക്കാണ് ആങ്ക്. എന്താണ്? ആങ്ക്. ആങ്ക്. കണ്ണിനെ പറയുന്നതാണ് നമ്മൾ ആങ്ക്. ഇനി അടുത്ത വാക്ക് നോക്കാം. ആം. ആം കേട്ടോ. ആം. അടുത്തത് ആലു. ആലു. ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഉരുളക്കിഴങ്ങിനെ പറയുന്ന വാക്കാണ് ആലു. നമുക്ക് ആ വെച്ചിട്ടുള്ള 3 വാക്കുകൾ ഒന്നുകൂടി വായിക്കാം. ആ, ആങ്ക്, ആം, ആലു. ഈ വായിക്കുന്ന സമയത്ത് നിങ്ങളും കേട്ട് വായിക്കണം കേട്ടോ. കൂടെ വായിക്കണം, എങ്കിൽ മാത്രമാണ് നമുക്കിത് കിട്ടുകയുള്ളൂ. അപ്പം നമ്മൾ ഈ അക്ഷരങ്ങൾ തിരിച്ചറിയുക. എല്ലാം വായിക്കണം, എല്ലാം വായിച്ചാൽ കിട്ടണം എന്ന് നിർബന്ധമില്ല. നിങ്ങൾ അക്ഷരങ്ങൾ തിരിച്ചറിയുക കേട്ടോ. അപ്പോൾ നമുക്കിനി മെല്ലെ പഠിച്ച് എല്ലാം വായിക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ അക്ഷരങ്ങൾ തിരിച്ചറിയാം. ഇനി അപ്പോൾ നമുക്ക് അടുത്ത അക്ഷരത്തിലേക്ക് പോകാം. അടുത്തത് നമ്മുടെ ബേ സൗണ്ട് വേർഡ്സ് ആണ്. ബേ, അടുത്ത അക്ഷരം ബേ ആണ്. ബേ എന്നാണ് നമ്മൾ പറയുക കേട്ടോ. നമ്മൾ ബി എന്ന് പറയില്ലേ, അതേപോലെ നമ്മൾ ബേ എന്നാണ് പറയുക. ഇങ്ങനെയാണ് ബേ എന്ന് എഴുതുന്നത്. മനസ്സിലായോ? ബേ കാണാം. ബേ, ബേ ആണ്. നമ്മൾ മലയാളത്തിൽ ബലൂണ്, അതുപോലെ ബന്ധു എന്നൊക്കെ പറയില്ലേ. അപ്പം അങ്ങനെയുള്ള എല്ലാ വേർഡ്സിനും ഉപയോഗിക്കുന്ന അക്ഷരമാണ് ഇത്. അതേപോലെ ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിൽ ബി എന്നുള്ള ആ സൗണ്ട് വേർഡ്സ് മുഴുവനും ഇതിലാണ് എഴുതുക. അപ്പോൾ അതിലേതൊക്കെ വാക്കുകളാണ് ആദ്യം വരുന്നത് നോക്കാം. ബർത്തൻ. ആദ്യത്തെ വാക്ക് ബർത്തൻ. ഒരു പാത്രമുണ്ട് അല്ലേ? പാത്രത്തിനെ പറയുന്ന പേരാണ് ബർത്തൻ. എന്താണ്? ബർത്തൻ. അത് അടുത്ത വാക്ക് ബില്ലി. നമ്മുടെ ബില്ലിയാണിത്. ബില്ലിക്കുട്ടിയാണ് അല്ലേ? ബില്ലി. അടുത്തതോ ബസ്ത. ബസ്ത ബാഗാണ് കേട്ടോ. ബസ്ത. ഒന്നുകൂടി. ബർത്തൻ, ബില്ലി, ബസ്ത. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത അക്ഷരത്തിലേക്ക് പോകാം. അടുത്ത അക്ഷരം പേ. പേ ആണ് അടുത്ത അക്ഷരം. നമ്മുടെ പി എന്നുള്ള അല്ല, പാരറ്റ് അങ്ങനെയുള്ള അല്ലേ, ആ പി സൗണ്ട് വേർഡ്സ് മുഴുവൻ വരുന്നത് ഇതിലാണ്. നമ്മൾ മലയാളത്തിൽ പാ വെച്ച് തുടങ്ങുന്ന പാടം, പാടി അല്ലേ, അങ്ങനെ ഒരുപാടുണ്ടല്ലോ. അതെല്ലാം ഇതിലാണ്, നമ്മുടെ ഈ പേയിലാണ് നമ്മൾ എഴുതുക. ഇത് മലയാളത്തിൽ എഴുതുക, ഇംഗ്ലീഷിൽ എഴുതുക എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക, അറബി മലയാളം എന്നൊക്കെ എഴുതില്ലേ, അതേപോലെ ആ വേർഡ്സ് അതിലത്തെ വേർഡ്സ്
നമ്മൾ ഉറുദുവിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇത് വെച്ചാണ് എഴുതുക എന്നാണ് പറയുന്നത് കേട്ടോ. അല്ലാണ്ട് നമ്മൾ മലയാളത്തിലെ പാഠത്തിനെ ഉറുദുവിൽ പാഠം എന്ന് തന്നെയല്ല പറയുക. നമുക്കറിയാമല്ലോ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ആ സൗണ്ടിൽ തുടങ്ങുന്ന എല്ലാ വാക്കുകളും ഇതിലാണ് എഴുതുക എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇപ്പം നമ്മൾ പൗഡർ എന്നുള്ളത് നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ പൊതുവായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് അല്ലേ, പൗഡർ. ഈ പൗഡറിനെ നമ്മൾ ഉറുദുവിലും പൗഡർ എന്ന് എഴുതും. അപ്പം നമ്മൾ ഈ പായാണ് ഉപയോഗിക്കുക. മനസ്സിലായോ? അപ്പം അതാണ് പറഞ്ഞത് കേട്ടോ. അല്ലാതെ ഇംഗ്ലീഷിലെയും മലയാളത്തിലും ഒക്കെ ആ വേർഡ്സിനെയൊക്കെ എന്താ പറയുക, അത് തന്നെയാണ് ഉറുദുവിൽ പറയുക എന്നതല്ല അർത്ഥം. അപ്പോൾ ഇത് നോക്കൂ, പേ വെച്ചിട്ടുള്ള വാക്ക് പേട്. പേട് എന്ന് പറഞ്ഞാൽ മരം. എന്താണ്? പേട്. അടുത്തത് പരിന്ത. എന്ന് പറഞ്ഞാൽ പക്ഷികളെ പൊതുവായിട്ട് പറയുന്ന വാക്കാണ് പരിന്ത. മനസ്സിലായില്ലേ? ഇതിലൊരു മഞ്ഞക്കിളിയുടെ ചിത്രം ആണ് കൊടുത്തിരിക്കുന്നത്. മഞ്ഞക്കിളിയെ എന്നല്ല, പക്ഷികളെ പൊതുവായിട്ട്. ഇപ്പം നമ്മൾ മനുഷ്യർ എന്ന് പൊതുവായി പറയാറുണ്ടല്ലോ, നമുക്കൊക്കെ വേറെ വേറെ പേരുകളുണ്ട് അല്ലേ. ഓരോരുത്തരുടെ പേര് അമ്മു, അപ്പു അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ പൊതുവായിട്ട് നമ്മൾ മനുഷ്യന്മാരാണല്ലോ. അതേപോലെ പക്ഷികളെ പൊതുവായി പറയുന്ന പേരാണ് എന്ത്? പരിന്ത. അടുത്തത് ഫാനാണ്. ഫാനിനെ നമ്മൾ പറയുന്നത് പങ്ക. അപ്പോൾ നമ്മൾ പേ സൗണ്ട് വെച്ചിട്ടുള്ള കുറച്ച് വേർഡ്സ് പരിചയപ്പെട്ടു. ഒന്നുകൂടി വായിച്ചു നോക്കാം. പേട്, പരിന്ത, പങ്ക. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത അക്ഷരത്തിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ തേ. എന്നുള്ള അക്ഷരം തേ കേട്ടോ. അപ്പോൾ തേ എന്നിവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ ടി എച്ച് വെച്ച് തുടങ്ങുന്ന വാക്കുകൾ ഇംഗ്ലീഷിൽ, മലയാളത്തിലാണെങ്കിൽ താ വെച്ചുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ തേ എന്നാണ് വായിക്കുക. എന്താണ്? തേ വെച്ചിട്ടുള്ള ആദ്യത്തെ വാക്ക് തിത്തലി. തിത്തലി പൂമ്പാറ്റ. തിത്തലി. അടുത്ത വാക്ക് നോക്കാം. തർബൂസ്. തണ്ണിമത്തനെ പറയുന്നതാണ് തർബൂസ്. അടുത്തതോ തോത്ത കേട്ടോ. അപ്പോൾ തോത്ത. ഒന്നുകൂടി. തിത്തലി, തർബൂസ്, അതേപോലെ തോത്ത. ഇനി അടുത്ത അക്ഷരമാണെങ്കിലോ, അടുത്തത് ടേ ആണ്. ടേ എന്നുള്ള അക്ഷരമാണ്. ഈ ടേ സിമ്പിളാണ് എഴുതാൻ. ഇങ്ങനെ ടേ കേട്ടോ. ടേ എന്താണ്? ടേ ടാ വെച്ചിട്ടുള്ളതല്ല കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇംഗ്ലീഷിലാണെങ്കിലോ ടി ആണ് അല്ലേ, ടേ. അപ്പോൾ അടുത്ത ടേ വെച്ചിട്ടുള്ള ആദ്യത്തെ വാക്ക് എന്താണ്? ടീച്ചർ. കണ്ടില്ലേ? നമ്മൾ ഇംഗ്ലീഷിലും ടീച്ചർ എന്നാണ് പറയുക. അപ്പോൾ ആ ടീച്ചറിനെ നമ്മൾ ഉറുദുവിൽ എഴുതുമ്പോൾ ഈ ടേ ആണ് ഉപയോഗിക്കുക. ഇങ്ങനെയാണ് പറഞ്ഞത് കേട്ടോ. ടീച്ചർ. ടോപ്പി. ഉറുദുവിൽ ടോപ്പി തന്നെയാണ് പറയുക കേട്ടോ. ടോപ്പി. ടെലിവിഷൻ. ഒന്നുകൂടെ. ടീച്ചർ, ടോപ്പി, ടെലിവിഷൻ. ഓക്കെ. അടുത്തത് നമ്മുടെ സേ ആണ്. സേ വെച്ചുള്ള വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സേ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ സ എന്ന് പറയുന്ന പോലെയല്ല പറയാം. സ എന്ന് പറയുമ്പോൾ കുറച്ച് കനമുണ്ട് അല്ലേ. മലയാളത്തിൽ സ പറഞ്ഞു നോക്കൂ, സാരി. നിങ്ങൾ പറഞ്ഞു നോക്കൂ, ഒരു കനമുണ്ട്. പക്ഷെ ഇത് സേ ആണ്. സേ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ചെറുതായിട്ട് നാക്ക് പുറത്തേക്ക് വെച്ച് ശരിക്കും അവിടെ ഒരു ചെറിയ കാറ്റ് അനുഭവപ്പെടും നമ്മുടെ നാവിൻ്റെ ആ ഒരു അവിടെ. സേ എന്താ പറയാം? സേ എന്നാണ് പറയേണ്ടത് കേട്ടോ. കുറച്ച് ലേറ്റാണ്. സാനേക്കാട്ടിലും കുറച്ച് കനം കുറച്ച് വേണം സേ എന്ന് പറയാൻ. അപ്പം സേ വെച്ചിട്ടുള്ള ആദ്യത്തെ വാക്ക് സമർ. എന്താണ്? സമർ. കുറേ ഫ്രൂട്ട്സ് ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ ഫ്രൂട്ട്സിനെ പൊതുവായി പറയുന്നതാണ് സമർ. എന്താണ്? സമർ. അടുത്ത രണ്ട് വാക്ക് കൊടുത്തിട്ടുണ്ട്. സാബിത്ത്, സബൂത്ത്. സാബിത്ത് നമ്മൾ അലിഫ് പഠിച്ചു അല്ലേ. അപ്പോൾ ഈ സാധനം നീട്ടിയതാണ് കണ്ടോ. സാബിത്ത്.
ഇത് നമ്മളെല്ലാ അക്ഷരവും പഠിച്ചതാണ്. ഓർക്കുണ്ടോ നിങ്ങൾ? സേ പഠിച്ചു, അലിഫ് പഠിച്ചു, ബേ പഠിച്ചു, തേ പഠിച്ചു. ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ളൊരു വാക്കാണിത് കേട്ടോ. സാബിത്ത്. ഈ സാബിത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സമർത്ഥിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, പ്രൂവ് ചെയ്യുക, സമർത്ഥിക്കുക എന്നൊക്കെ പറയില്ലേ, അതാണ് സാബിത്ത് കേട്ടോ. അടുത്തത് സബൂത്ത്. സബൂത്ത് സബൂത്ത് എന്ന് പറഞ്ഞാൽ തെളിവ്, എവിഡൻസ് എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് നമ്മൾ സബൂത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും വാക്കുകളും ഇത്രയും അക്ഷരങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ പഠിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായി നന്നായി വായിച്ചും എഴുതിയുമൊക്കെ പഠിക്കുക. ഇതിന് മുന്നേ ആദ്യം പഠിച്ചവർ നന്നായി വായിച്ച് കേട്ട് എഴുതിയൊക്കെ പഠിക്കുക. അല്ലാത്തവർ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് കാണുമ്പോഴേക്കും തന്നെ അവർക്ക് എല്ലാ അക്ഷരങ്ങളും വാക്കുകളും ഒക്കെ ഓർമ്മ വന്നിട്ടുണ്ടാവും. ഏതായാലും അടുത്ത അക്ഷരങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ദൈവം അനുവദിക്കുകയാണെങ്കിൽ കാണാം. ശുക്രിയ.